സംസമിദ്യവസേ വിഷന്നഗ്നേ വിശ്വാന്യര്യ ആയിടസ്പദേ സമിത്യസേ സനോവശൂന്യാഭര സംഗച്ഛത്വം സംവരധ്വം സംഭോമരാംസി ജാനുദാ ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസനേ സമാനോ മന്ത്രസമിതി സമാനി സമാനം മന്ത്രം ചിത്രമേഷാം സമാനം മന്ത്രം അവിന്ദ്രേവ സമാനേന ഓ അഭിഷാജുഹോമി. ദേവന്മാർ എങ്ങനെയാണ് അവരുടെ ഹവിസ് പങ്കിട്ടിട്ടുള്ളത്? അതായത് ഇന്ദ്രൻ, അഗ്നി, അങ്ങനെ യമൻ, ഋതി, മൈത്രൻ ഇങ്ങനെയുള്ള ദേവന്മാര് അവരുടെ ഹവിസ് നമ്മൾ യജ്ഞത്തിൽ ഹവിസ് ഹോമിക്കുമ്പോൾ അതെങ്ങനെയാണ് അവർ സന്തോഷത്തോടെ പങ്കിട്ടെടുത്തുകൊണ്ടിരുന്നത്? അതേപോലെ ഒരേ മനസ്സോടെ, ഒരേ വാക്കോടെ, ഒരേ പ്രവൃത്തിയോടുകൂടി എല്ലാവരും ഭഗവാന്റെ കാര്യത്തില് ഒരു ഭേദങ്ങളും കൂടാതെ സംഘച്ഛത്വം സമ്പദത്വം സംഭോമനാസിയാണ്ടാം ദേവാഭാഗം യഥാപൂർവേ സഞ്ജനാന ഉപാസന സമാനോ മന്ത്ര സമിതി സമാനി. അതേ മനസ്സോടുകൂടി ഒരേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മന്ത്രവചിത്തമേഷം സമാനം മന്ത്രം ഒരേ മനസ്സ് ഒരേ മന്ത്രം അതായിരിക്കണം ഇനി നമ്മുടെ ദൃഢയജ്ഞം. എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ പ്രാർത്ഥിക്കുക. ഭഗവാനുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതായിരിക്കണം ഇന്നു മുതൽ. ഒരു ഭേദങ്ങളും ഇന്നു മുതൽ പാടില്ല. ഈ മരുക്കത്തോ ഈ പരിസരത്തോ ഇവിടുത്തെ ഈ ദേശത്തോ ഒന്നും പാടില്ല. ഭഗവാന്റെ പുനരുത്ഥാനം എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ വ്യക്തിവിരോധങ്ങളൊന്നും ഇനി പാടില്ല. സമ്മാന സ്വത്വം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അത് പാടിയേയില്ല എന്നുള്ളതാണ്. ആരും കണക്കാക്കേണ്ട മനസ്സിലായി. ഇനി ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത് ചെല്ലാം, വിരോധമൊന്നുമില്ല. പിന്നെ ശുദ്ധമായിട്ടിരിക്കുമ്പോൾ ചെല്ലണമെന്നുണ്ട്. അല്ലാത്തവര് പ്രണവം കൂട്ടാതെ ചെല്ലണം. അത് ശുദ്ധമായിട്ടിരിക്കുമ്പോഴേ പ്രണവം കൂട്ടാൻ പാടും. ഇല്ലെങ്കിൽ ഈ സങ്കല്പം ഇവിടെ ഒന്ന് ജപിക്കാം. എല്ലാവർക്കും ആകുമ്പോൾ ആണ് പെൺ വ്യത്യാസമില്ല, സ്ത്രീ പുരുഷ ഭേദം എല്ലാവർക്കും ജപിക്കാം. സമ്മാന സ്വത്വം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നാമചൊല്ലി പ്രാർത്ഥിക്കാം. ഈ സന്ദർഭം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറയ്ക്കൊന്നും പരിചയമുള്ളതല്ല. വളരെ വലിയൊരു ടാസ്ക്കാണ് നമ്മുടെ ഈ നടക്കുന്ന ഭഗവാനോട് അനുഭവം ചോദിച്ചെടുത്തോളം പോകുന്നത്. മേശാധിപം നമ്മളോട് പറഞ്ഞു, ഒരു മനസ്സ്, ഒരു വ്യവസ്ഥ, ഒരു മന്ത്രം. ആ മന്ത്രം എന്തായിരിക്കണം എന്നുള്ളത് എൻ്റെ ഭാവനയിൽ വരുന്ന മന്ത്രം എനിക്ക് തോന്നുന്നത് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇതായിരിക്കണം നമ്മുടെ മന്ത്രം. നമ്മളൊരു ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഹലോ പറയുന്നതിന് പകരം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ അഭിവാദം ചെയ്യുക. ആരും ഒരു ഫോൺ വന്നാലും നമ്മൾ തിരിച്ച് അഭിവാദം ചെയ്യുന്ന സമയത്ത് ഹരേ രാമ ചൊല്ലി മാത്രം നമ്മൾ കാര്യങ്ങൾ തുടങ്ങുക. ഇനി നമ്മുടെ മന്ത്രം ഒരു കുറഞ്ഞത് ഏറ്റവും കൂടിയത് ഒരു 3 വർഷത്തേക്ക് ഈ ഒരു മന്ത്രം മാത്രമായിരിക്കും. പുണ്യം പുനരുദ്ധാരണം പാവനം പങ്കാളിത്തം. പുണ്യം പുനരുദ്ധാരണം പാവനം പങ്കാളിത്തം. പുണ്യം പുനരുദ്ധാരണം പാവനം പങ്കാളിത്തം. തീർച്ചയായിട്ടും നമുക്കിത് പൂർത്തീകരിക്കാനുള്ള അവസരം ഭഗവാൻ തന്നിരിക്കുകയാണ്. ആനന്ദ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തജനങ്ങളെ, എറണാകുളം ജില്ലയിലെ തന്നെ പ്രശസ്തമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വലിയ ഒരു സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. വലിയ ശ്രീകോവിൽ പൊളിച്ച് പണിത് പുനരുദ്ധാരണം നടത്തുന്നതിനുള്ള ഒരു തീരുമാനം ഭക്തജനങ്ങളുടെ കൂട്ടായ തീരുമാനത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുന്നോടിയായി ഇന്ന് ഈ ക്ഷേത്രത്തിലെ ആദ്യമായി ആവശ്യമുള്ള തടി വെട്ടിമുറിക്കുന്നതിന് അതിൻ്റെ ആചാരങ്ങളോടുകൂടിയുള്ള പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ നാട്ടുകാരുടെയും എല്ലാവരുടെയും വളരെയധികം ഭാരിച്ച 2 കോടി രൂപയിൽ കൂടുതൽ ചിലവുള്ള ഇതിൻ്റെ സംരംഭത്തിന് എല്ലാവരുടെയും എല്ലാ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.